സിസ്റ്റേഴ്സ്. ജർമ്മനി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്കൂൾ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് കോൺഗ്രിഗേഷൻ്റെ അമേരിക്കയിലെ മിൽവാക്കി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജനറൽ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരി സിസ്റ്റർ അന്ന മരിയ. സിസ്റ്റേഴ്സ് ഓഫ് നോട്ടർഡാമിൻ്റെ രാജ്യാന്തര മേധാവിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഏഷ്യക്കാരി സിസ്റ്റർ സുനീറ്റ. കോട്ടയത്തെ പൗരസ്ത്യ വിദ്യാപീഠത്തിൽ നിന്നും ഡോക്ടർ ബിരുദം നേടിയ ആദ്യത്തെ സന്യാസിനി ഡോക്ടർ മേരി പന്തപ്പള്ളി. ഹോളണ്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജീസസ് മേരി ജോസഫ് സന്യാസിനി സമൂഹത്തിൻ്റെ മദർ ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട് യൂറോപ്പിന് പുറത്തു നിന്നുള്ള പ്രഥമ സാരഥി സിസ്റ്റർ ക്ലീറ്റസ്. മരിയ ഹൃദയ പുത്രി സഭയുടെ ഇന്ത്യയിലെ പ്രഥമ മിഷണറി മദർ പൈവ. അയർലൻഡിലെ റോയൽ കോളേജ് ഓഫ് സർജൻസ് ഫാക്കൽറ്റി ഓണററി ഫെലോഷിപ്പ് നൽകി ആദ്യമായി ആദരിച്ച വ്യക്തി മദർ തെരേസ. ഒന്നിച്ച് വളർന്ന് ഒരു വിദ്യാലയത്തിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച് ഒരേപോലുള്ള വസ്ത്രം ധരിച്ച് ഒരുമിച്ച് ഇൻ്റർമീഡിയറ്റ് പാസ്സായ, ഒരേ മഠത്തിൽ ചേർന്ന് ഒരേ സമയത്ത് തന്നെ സഭാവസ്ത്രം സ്വീകരിച്ച് ഒരേ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മെഡിക്കൽ ബിരുദം സമ്പാദിച്ച് ഒരേ ആശുപത്രിയിൽ ജോലി ചെയ്ത് ഒരേ ദിവസം തന്നെ മരിക്കാൻ ആഗ്രഹം തേടുന്ന ഇരട്ടകളായ സിസ്റ്റേഴ്സ് സിസ്റ്റർ റോസീന, സിസ്റ്റർ റോസി. ബോസ്നിയയിലെ മദർ തെരേസ എന്നറിയപ്പെടുന്ന സിസ്റ്റർ എമ്മാനുവേൽ മെല്ലാർഡ്. ഭാരതത്തിൽ ദളിത് സാഹിത്യ അക്കാദമിയുടെ പ്രോത്സാഹനത്തിന് അർഹമായ ആദ്യത്തെ കന്യാസ്ത്രീ സിസ്റ്റർ ദീപ. അമേരിക്കയിൽ ആദ്യമായി രൂപതയിൽ ചാൻസലറായി തിരഞ്ഞെടുക്കപ്പെട്ട വനിത സിസ്റ്റർ കൊൺസലോത്ത ബീച്ചർ. ഫ്രാൻസിസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹോളി ക്രോസ് സിസ്റ്റേഴ്സ് കോൺഗ്രിഗേഷൻ്റെ സുപ്രീം ജനറലായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരി സിസ്റ്റർ പുഷ്പം. കർത്താവേ, അനുഗ്രഹിക്കണമേ. സിസ്റ്റേഴ്സ് മുഖേന ഞങ്ങൾക്ക് ലഭിച്ചുള്ള എല്ലാ അനുഗ്രഹത്തിനും ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശംശിയായിരിക്കും സ്തുതിയായിരിക്കും.